എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. അപ്പോൾ സൺഡേ ആയിട്ട് ഇന്ന് എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ദിവസമായിരിക്കും. ചിലപ്പോൾ ഇന്നായിരിക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ജോലിയുള്ള ദിവസം. കാരണം ഇത്രയും ദിവസം നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുന്നതും എല്ലാം ഒന്ന് ഒതുക്കുന്നതുമായിട്ടുള്ള ദിവസം സൺഡേ ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പം സൺഡേ മൺഡേ എല്ലാം ഇപ്പം ഒരേപോലെയാണ് കേട്ടോ. ഒരു 8-9 മാസം കൊണ്ട് എനിക്കിപ്പോൾ സൺഡേ മൺഡേ എല്ലാം ഒരേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ഞാൻ റിച്ചുകുട്ടിന് വേണ്ടിയിട്ട് എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞു വാവാക്ക് വേണ്ടിയിട്ട് ഓരോ പ്രോഡക്റ്റുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വാവാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെ യൂസ് ചെയ്യാനാണ് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ റിച്ചുകുട്ടന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോപ്പ്, ഒരുപാട് ലാഗ് ആക്കണ്ട വീഡിയോ. അപ്പോൾ സോപ്പ് നോക്കാം. ടെഡി ബാറിൻ്റെ സോപ്പാണ് ഞാൻ മോന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവന് സോപ്പ് തേച്ച് കുളിപ്പിച്ച് തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഈ ടെഡി ബാറിൻ്റെ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആമസോണിൽ ഓഫർ ഉള്ളതുകൊണ്ട് 2 സോപ്പൊക്കെ ആയിട്ട് ഇപ്പോൾ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സോപ്പ് എന്ന് പറയുന്നത്, ടെഡി ബാറിൻ്റെ ഒരു അടിപൊളി സോപ്പാണ് കേട്ടോ. സൂപ്പർ മണമൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സോപ്പാണ്. കുഞ്ഞു വാവാക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ഏകദേശം ഈ ടെഡി ബാർ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ തരുമ്പോൾ നമുക്ക് ഈ ടെഡി ബാർ തന്നെയാണ് എഴുതി തരുന്നത്. അപ്പം അടിപൊളി സോപ്പാണ്. വേറെ പ്രശ്നങ്ങളൊന്നും എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറയുമ്പോൾ സെറ്റാഫിലിൻ്റെ ഷാമ്പൂ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9 മാസം കഴിഞ്ഞ് ഇത് വാങ്ങിച്ചിട്ട്, പക്ഷേ ഇപ്പോഴും ഏകദേശം അത്രയും ഒരു 200 ml ഷാമ്പൂ ആണ്. എനിക്ക് 10 ml ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായി. കാരണം ഒരു തുള്ളി വെച്ചാണ് ഞാൻ ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല മുന്നേ ഹെയർ ഉണ്ടായിരുന്നു, ഇപ്പം മുടി ഇല്ലാത്തത് കൊണ്ട് അത്രേൻ്റെ പോലും ആവശ്യം വരത്തില്ല. അപ്പം സെറ്റാഫിലിൻ്റെ ഷാമ്പൂ ആണ് ഇത്. അടിപൊളി ഷാമ്പൂ ആണ് കേട്ടോ. നല്ല സൂപ്പർ മണമൊക്കെ ഞാനും ഇടയ്ക്കിടയ്ക്ക് അടിച്ച് മാറ്റി തേക്കാറുണ്ട്. നല്ല അടിപൊളി ഷാമ്പൂ ആണ് സെറ്റാഫിലിൻ്റെ ഷാമ്പൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുവാവർക്ക് നമ്മൾ വാങ്ങിക്കുമ്പം ഒരുപാട് ശ്രദ്ധിച്ച് വാങ്ങിക്കേണ്ട, അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധിച്ച് വാവയ്ക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഡയപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവന് ഇങ്ങനെ കുഞ്ഞു ആവയായിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഡയപ്പർ യൂസ് ചെയ്തിട്ട് ഇവന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആരെയും ഡിഗ്രി ശരിയല്ല. അപ്പോൾ അതിന് ശേഷം തൊട്ട് എനിക്ക് ഒരുപാട് പേടിയായിരുന്നു. കുറേ നാളൊന്നും ഇവന് ഡയപ്പർ യൂസ് ചെയ്ത് പിന്നെ മെനക്കെയാണ് ഡയപ്പർ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ കാര്യങ്ങൾ അറിയാമല്ലോ കുഞ്ഞിന്. രാത്രിയൊക്കെ പകലൊന്നും യൂസ് ചെയ്യാറില്ല, രാത്രി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഞാൻ ആലോചിച്ച് തിരഞ്ഞെടുത്തൊരു ഡയപ്പറാണ് നമ്മുടെ ലവ്ലാപ്പിൻ്റെ ഡയപ്പർ. ഒരു അടിപൊളി സംഭവമാണ്. ഞാൻ പുകഴ്ത്തി പറയും, അവരുടെ പ്രൊമോഷൻ ഒന്നുമല്ല, എനിക്ക് മോൻ ഉപയോഗിച്ചിട്ട് യാതൊരു വിധ പ്രശ്നമില്ലാത്ത ഒരു അടിപൊളി ഡയപ്പറാണ് ലവ്ലാപ്പിൻ്റെ ഡയപ്പർ കേട്ടോ. അടിപൊളി സംഭവമാണ്. ഇപ്പോൾ 9 മാസം കൊണ്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒരു പ്രശ്നവും ഇല്ല. റാഷസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആദ്യം ഞാൻ പറഞ്ഞില്ല, ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ ഞാൻ ഓടി ചെയ്ത് അത് നേരെയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആലോചിച്ച് കണ്ടുപിടിച്ചെടുത്തതാണ് ലവ്ലാപ്പിൻ്റെ ഡയപ്പർ. വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു അടയാളം പോലും വരത്തില്ല ഇത് ഇട്ടേൻ്റെ. അപ്പം ലവ്ലാപ്പിൻ്റെ ഡയപ്പറാണ്. അപ്പം ഡയപ്പർ റാഷസ് ക്രീം എപ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ട ഒരു സംഭവമാണ്. കുഞ്ഞിന് റാഷസ് ഇല്ലെങ്കിൽ കൂടെ നമ്മൾ ഡയപ്പർ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ റാഷസ് ക്രീം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡയപ്പർ ഇടാവുന്നതാണ്. അപ്പം ടെഡി ബാറിൻ്റെ തന്നെ മറ്റേ സോപ്പ് ഉണ്ടല്ലോ ടെഡി ബാറിൻ്റെ, അപ്പോൾ അതിൻ്റെ തന്നെ ടെഡി ബാറിൻ്റെ തന്നെ ഡയപ്പർ റാഷസ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് 250 രൂപയാണ് കേട്ടോ വില വരുന്നത്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് സമയമൊക്കെ ഡയപ്പർ ഇട്ട് കൊടുക്കേണ്ട സമയമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഈ റാഷസിൻ്റെ ക്രീം ഇട്ട് കൊടുത്തിട്ടാണ് ഡയപ്പർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ടെഡി ബാറിൻ്റെ ഡയപ്പർ റാഷസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ലോഷൻ, ബേബി ലോഷൻ. അത് സെറ്റാഫിലിൻ്റെ തന്നെ ബേബി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഡെയിലി ലോഷനാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിനും ബോഡിക്കും, കുഞ്ഞിൻ്റെ സ്കിന്നിനും ബോഡിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലോഷനാണ് സെറ്റാഫിലിൻ്റെ ലോഷൻ. ഇതും ഒരു അടിപൊളി സംഭവമാണ്. നമുക്ക് പുതിയ അമ്മമാർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി നമ്മൾ ആമസോണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഫുൾ ടൈം അതിനകത്ത് കുഞ്ഞിനുള്ള പ്രോഡക്റ്റുകൾ അതൊക്കെയാണ് നോക്കുന്നത്. അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, അച്ഛന്മാർക്കുള്ള പ്രശ്നം. ഇവിടെ ചേട്ടനും എന്നെപ്പോലെ തന്നെ എന്നെക്കാൾ കൂടുതൽ കുറച്ച് പ്രശ്നമാണ് ആമസോണിലൊക്കെ കുഞ്ഞു ഡ്രസ്സ് കാണുമ്പോൾ അതൊക്കെ നോക്കുക, അതെനിക്കെടുത്ത് അയച്ചു തരും, ഓക്കെ ആണെങ്കിൽ അത് വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ലോഷൻ സെറ്റാഫില്ലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പ്രോഡക്റ്റുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ നമുക്കറിയാമല്ലോ, അത്യാവശ്യം വേണ്ടിയാണ്. ഷാമ്പു ആയാലും സോപ്പായാലും ലോഷൻ, ഡയപ്പർ, ഇതൊക്കെ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അടുത്തത് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈലോയുടെ വൈപ്സ് ആണ് കേട്ടോ. അത് മറ്റേ
വേറെ ഒരു ഇതും ഇല്ലാതെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള 99.5% വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു വൈപ്സാണ് മൈലോയുടെ ബേബി വൈപ്സ്. ഇടയ്ക്കിടയ്ക്ക് മീമിയും യൂസ് ചെയ്യും കേട്ടോ. മീമിയും ഇതും യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൗഡർ ഞാൻ അങ്ങനെ കുഞ്ഞിന് ഉപയോഗിക്കുന്ന ഒരാളല്ല. നമ്മൾ പൗഡർ മിക്കവരും നമ്മൾ കുഞ്ഞിന് ഉപയോഗിക്കാത്ത തന്നെയാണ് നല്ലത്. ഞാനങ്ങനെ ദേഹത്തോ മുഖത്തോ ഒന്നും ഇട്ട് കൊടുക്കാറില്ല. ഇത് ഞാൻ കരി വരച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കരി വരയ്ക്കുമ്പോൾ ആ കരിക്ക് ആ പുട്ടിനകത്തും ആ പുരുകത്തിനകത്ത് വരച്ച കരിയിലും ഒക്കെ ഞാനിങ്ങനെ തൊട്ട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് മൈലോയുടെ തന്നെ പൗഡറാണ്. യാതൊരു വിധത്തിലുള്ള ഒരു മണവും ഒന്നുമില്ലാത്ത ടാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു പൗഡറാണ് മൈലോയുടെ ഈ പൗഡർ. അത് അങ്ങനെ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നില്ല. വിത്ത് കോൺസ്ട്രാച്ച് ആൻഡ് ആരോ റൂട്ട് പൗഡർ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഈ മൈലോയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീധരീയത്തിൻ്റെ ഹെർബൽ കാജൽ. കരി വരച്ച് തുടങ്ങി അപ്പം തൊട്ട് നമ്മൾ ശ്രീധരീയത്തിൻ്റെ കാജലാണ്, ബേബി കാജലാണ് യൂസ് ചെയ്യുന്നത്. തുണി നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡിറ്റർജൻറ്റ്, കുഞ്ഞിൻ്റെ തുണി ഞാൻ കല്ലിൽ തന്നെയാണ് നനയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബേബി ഡിറ്റർജൻറ്റ് ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ലവ്ലാപ്പിൻ്റെ ലിക്വിഡാണ് ഇടത്. ഏകദേശം തീരാറായി. 100 ml ആണ്. അപ്പോൾ ഇതും ഒരു അടിപൊളി സംഭവമാണ്. നമുക്ക് ഇത് 425 രൂപയാണ്. അത്യാവശ്യം ഒരു മാസത്തോളം അടുപ്പിച്ച് നമുക്ക് ഒരു മാസത്തിൽ കൂടുതലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 20 ml മതി. നമുക്കൊരു 5 ക്ലോത്ത് കഴുകാനായിട്ട് 20 ml ആണ് ഇതിനകത്ത് നിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലവ്ലാപ്പിൻ്റെ ഡിറ്റർജൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ മോൻ്റെ തുണി വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ റിച്ചക്കുട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും കമൻറ്റുകൾക്ക് എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് രാവിലെ തന്നെ ഇവിടെ കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ട് റിച്ചക്കുട്ടൻ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ, ഡിറ്റർജൻറ്റും സോപ്പും ലോഷൻസും ഇത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ റിച്ചക്കുട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നമ്മുടെ ചാനൽ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയുന്നതിനും നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അറിയുന്നതിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴേക്ക് ഇതെല്ലാം വാരി എറിയാനുള്ള ഒരു ഇതിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ. ഓക്കെ, ബൈ ഗൈസ്, ബൈ, ഹാപ്പി സൺഡേ, ബൈ ബൈ. എല്ലാവരും അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ.